നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു സിംഗിൾ മീഡിയത്തിൽ കൂടെയാണ് ലൈറ്റ് പാസ് ചെയ്ത് പോണെങ്കിൽ അതിന്റെ പാത്തിന് ഡീവിയേഷനോ വളവോ ചെരിവോ ഒന്നും സംഭവിക്കില്ല. അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് മീഡിയത്തിന്റെ പ്രസൻസിൽ ലൈറ്റിന്റെ റേ അല്ലെങ്കിൽ ലൈറ്റിന്റെ പാത്തിന് എന്ത് സംഭവിക്കുന്നതാണ്. ഇവിടെ രണ്ട് ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് മീഡിയം, ഇതിൽ ഏതൊക്കെയാണ് മീഡിയം? ഒന്ന് എയറും രണ്ടാമത്തത് വാട്ടറാണ് ഇവിടുത്തെ മീഡിയം. ചോദിക്കൂട്ട പരീക്ഷയ്ക്ക്. രണ്ട് മീഡിയത്തിന്റെ പ്രസൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് എയറും ഒന്ന് വാട്ടറും. ഇനി ചോദിക്കുന്നത് ഇവിടെ ഒരു ഫിഗർ നോക്കി. ഈ ഫിഗറിൽ നിന്ന് ലൈറ്റ് എവിടെ നിന്ന് ഏത് മീഡിയത്തിലോട്ട് പോകുന്നു? ഈ ആരോ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഒന്ന് ഇവിടെ എയറിൽ നിന്ന് വാട്ടറിലോട്ടാണ് പോകുന്നത് ലൈറ്റ് റേ അല്ലേ. എന്നാൽ ഇവിടെ നിങ്ങോട്ട് പോകുന്നു വാട്ടറിൽ നിന്ന് എയറിലോട്ട്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. ഒന്ന് എയറിൽ നിന്ന് വാട്ടറിലോട്ട് കിടക്കുന്നു, ഇവിടെ വാട്ടറിൽ നിന്ന് എയറിലോട്ട് കിടക്കുന്നു. അടുത്തത് ചോദിക്കുന്നത് ഇവിടുത്തെ നോർമൽ ലൈൻ. നോർമൽ എന്ന് പറഞ്ഞ ലൈൻ ഏതാണ്? രണ്ടിലും നോർമൽ വരുന്നത് ഒരേ സംഭവമാണ്. എൻ ഡാഷ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നോർമൽ. ഈ ഒരു ലൈനിന് നോർമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും എന്താണ്? എൻ ഡാഷ്. കണ്ട, പരീക്ഷയ്ക്ക് ഇപ്പോൾ പി ക്യൂ എന്ന് തന്നെങ്കിൽ പി ക്യൂ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. എന്താണോ ഈ നോർമൽ ലൈൻ്റെ പേര് തന്നേക്കുന്നത് അതാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. അടുത്തത് എന്താണ് ഇൻസിഡന്റ് റേ? ഇൻസിഡന്റ് റേ അതായത് സർഫേസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണല്ലോ. ഇതിൽ വന്ന് പതിക്കുന്ന റേ, ലൈറ്റ് വന്ന് വീഴുന്നത് ഏതാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്? എ ബി. ഇവിടുത്തെ ഇൻസിഡന്റ് റേ എ ബി ആണ്, വന്ന് പതിക്കുന്ന ആ റേ. ഇവിടുത്തെ ആണെങ്കിലോ പി ക്യൂ. അതാണ് ഇവിടുത്തെ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നത് എന്താണ് റിഫ്രാക്റ്റഡ് റേ. റിഫ്രാക്റ്റഡ് റേ ഈ ഫിഗറിൽ സർഫേസ് ഓഫ് സെപ്പറേഷനിൽ തട്ടിപ്പോകുന്ന ആ റേ ഉണ്ടല്ലോ, അടിയിലോട്ട് പോകുന്നത് ആ റേ ഏതാണ്? ഇതിൽ ബി സി. ഇവിടെയാണെങ്കിലോ ക്യു ആർ. അതായത് ലൈറ്റിൻ്റെ റേ എങ്ങനെയാണ് പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ ഡിനോട്ട് ചെയ്ത് എഴുതണം. അടുത്തത് ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നമ്മൾ പഠിച്ചു. ഇനി പഠിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സ്മോൾ ലെറ്റർ ഐ വെച്ചിട്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. ഇതിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർമലും ഈ വന്ന് പതിക്കുന്ന ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആ ഒരു ആംഗിൾ കണ്ട, ഈ ഒരു ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അതായത് എ ബി എൻ. ആംഗിൾ എ ബി എൻ. ഇവിടെ മെഷർമെൻറ്റ് തന്നുകൊണ്ട് ഈക്വൽ ടു 30 ഡിഗ്രി എന്നും എഴുതിക്കോ, കുഴപ്പമില്ല. എ ബി എന്നെയാണ് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണെങ്കിലോ പി ക്യു എൻ ഡാഷ്. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് പി ക്യു എൻ ഡാഷ്. അതും 30 ഡിഗ്രി തന്നെയാണ്. അതായത് നോർമലും ഈ ഒരു ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ഈ ഒരു ആംഗിളിനെയാണ്, നോർമൽ അവിടെ ഉണ്ടായിരിക്കണം, നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആ ഒരു ആംഗിൾ, നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആ ഒരു ചെറിയ ഈ ഒരു ആംഗിളിനെയാണ് ഇത് സ്മോൾ ലെറ്റർ ആറ് വെച്ചിട്ടാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏതാണ്? സി ബി എൻ ഡാഷ്. സി ബി എൻ ഡാഷ് അതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഈ നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ. ഇവിടുത്തെ ഏതാണ്? ഈ നോർമലും ഇതാണ് റിഫ്രാക്റ്റഡ് റേ എൻ ക്യു ആർ. ഈ ഒരു ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നതുകൊണ്ട് ഇവിടെ ആംഗിൾ എൻ ക്യു ആർ. ഈ ഒരു ആംഗിൾ കണ്ട, ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈ രണ്ട് ഫിഗറിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുതലാണോ കുറവാണോ രണ്ട് ഫിഗറിൽ നമുക്ക് നോക്കണം. ഇത് നോക്കുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുന്നത്. അതായത് രണ്ട് മീഡിയം ഉണ്ട് നമുക്കറിയാം, ഒന്ന് എയറും ഒന്ന് വാട്ടറും. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ നോക്കാം, രണ്ട് മീഡിയം എയറും വാട്ടറും. നിങ്ങൾക്കത് മനസ്സിലാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ എയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? എയർ.
അപ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. സ്പീഡ് ഓഫ് ലൈറ്റ് എയറിനേക്കാളും വാട്ടറിന് കുറവാണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇതിന് കൂടുതലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇതിനെ കൂടുതൽ കുറവ് നമുക്ക് കണ്ടുപിടിക്കുക. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റയറർ മീഡിയം അഥവാ ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. വാട്ടറിലാണെങ്കിൽ ഡെൻസർ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന മീഡിയത്തിൻ്റെ പേരാണ് ഡെൻസർ മീഡിയം. ഡെൻസിറ്റി അല്ല, ഡെൻസർ. അല്ലെങ്കിൽ ഹൈ ഒപ്റ്റിക്കൽ മീഡിയം. ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസർ മീഡിയം എന്ന് അർത്ഥമുള്ളൂ. അപ്പോൾ ഇവിടെ ലൈറ്റ് എയറിൽ നിന്ന് വാട്ടറിലോട്ട് കടക്കുമ്പോൾ, അതായത് റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ടാണ് ലൈറ്റ് റേ കടക്കുന്നത്. അപ്പോൾ ഈ റിഫ്രാക്റ്റർ റേ എന്ന് പറഞ്ഞത് ഈ നോർമലിനോട് അടുത്തിരിക്കും. ഒരെണ്ണം നിങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക. റയറൽ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഈ റിഫ്രാക്റ്റർ റേ എന്ന് പറഞ്ഞത് നോർമലിനോട് ചേർന്നിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞത് കുറവായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞത് എന്തായിരിക്കും? കുറവായിരിക്കും. ആദ്യത്തെ ഫിഗറിൽ ആർ എന്ന് പറഞ്ഞത് ഐനേക്കാളും കുറവായിരിക്കും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ഇവിടെ നോക്കി, വാട്ടറിൽ നിന്ന് എയറിലോട്ടാണ് ലൈറ്റ് റേ കിടക്കുന്നത്. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞത് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയമാണ്, അല്ലെങ്കിൽ ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയമാണ് വാട്ടർ. എയറിനാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്, അഥവാ റയറർ മീഡിയം എന്നുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാം. അപ്പോൾ ഹൈ ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറൽ മീഡിയത്തിലോട്ട് ലൈറ്റ് റേ കടക്കുമ്പോൾ ഈ നോർമലിൽ നിന്ന് ഈ റിഫ്രാക്റ്റർ റേ അകന്നകന്ന് പോവും. മനസ്സിലായ? അകന്നകന്ന് പോകുമ്പോൾ റിഫ്രാക്ഷൻ അവിടെ കൂടും. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞത് ഇൻസിഡൻസിനേക്കാളും കൂടുതലായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനാണ്. ഏത് മീഡിയത്തിൽ നിന്ന് ഏത് മീഡിയത്തിലോട്ടാണ് ലൈറ്റ് പോണേന്ന് നോക്കുക. അതിലേതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയം അഥവാ ഡെൻസർ മീഡിയം, ഏതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയം അഥവാ റയറർ മീഡിയം. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് റയറിൽ നിന്ന് ഡെൻസറിലോട്ടാണ് വരുന്നതെങ്കിൽ ഈ റിഫ്രാക്റ്റർ റേ നോർമലിനോട് ചേർന്ന് നിൽക്കും. എന്നാൽ ഡെൻസറിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ടാണ് പോകണമെങ്കിൽ നോർമലിൽ നിന്ന് അകന്നകന്ന് പോവും. അതെങ്ങനെയെങ്കിലും നന്നായി പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം എയർ ടു വാട്ടർ? ഇവിടെ റേ ഓഫ് ലൈറ്റ് കടക്കുന്നത് എയറിൽ നിന്ന് വാട്ടറിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നോർമലിനോട് അടുത്തിരിക്കുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ നോർമലിൽ നിന്ന് അകന്നു പോവുകയാണോ ചെയ്യുക? അതാണ് ഡീവിയേറ്റ് ടുവേർഡ്സ് ദ നോർമൽ ആൻഡ് ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ. അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇവിടെ എയറിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ ആലോചിക്കുക, എയറിൽ നിന്ന് വാട്ടറിലോട്ടാണ് ഈ റേ ഓഫ് ലൈറ്റ് പോകുന്നത്. എയർ എന്ന് പറഞ്ഞത് റയറർ മീഡിയമാണ്, അറിയാറോ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയം. റയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നന്നായി പഠിച്ചു വയ്ക്കാം. എയറിൽ നിന്ന് വാട്ടറിലോട്ട് പോകുന്നു, റയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുന്നു. റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ ഇതെന്താണ്? ഡീവിയേറ്റ് ടുവേർഡ്സ് ദ നോർമൽ. നോർമലിനോട് അടുത്തിരിക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഡീവിയേറ്റ് ടുവേർഡ്സ് ദ നോർമൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം വാട്ടർ ടു എയർ? നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എയറിൽ നിന്ന് വാട്ടറിലോട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ എഴുതി നോക്കാം. വാട്ടറിൽ നിന്ന് എയറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയമാണ്, എയർ എന്ന് പറയുന്നത് റയറൽ മീഡിയമാണ്. അപ്പോൾ ഡെൻസറിൽ നിന്ന് റയറിലോട്ട് പോകുമ്പോൾ ആ റേ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ. നോർമലിൽ നിന്ന് അകന്നകന്ന് പോകും. കണ്ട? അതായത് ഈ റേ എന്ന് പറഞ്ഞത് നോർമലിൽ നിന്ന് വളരെ അകലത്തിലാണ്. അതായത് ഇങ്ങനെ പോകേണ്ട റേ ഇങ്ങനെ പോകണം. കണ്ട? അതിന് അകന്നു പോകാന്ന് പറയുന്നത്. ഒരെണ്ണം നന്നായി പഠിക്കുക. റയറിൽ നിന്ന് ഡെൻസറിലോട്ട് വരുമ്പോൾ ഈ നോർമലിനോട് ചേർന്നിരിക്കാനാണ് അവ ശ്രമിക്കുന്നത്. എന്നാൽ ഡെൻസറിൽ നിന്ന് റയറിലോട്ട് പോകുമ്പോൾ ആ റിഫ്രാക്റ്റർ റേ എന്ന് പറയുന്നത് അകന്നു പോകും. അതുകൊണ്ടാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അവിടെ കൂടാൻ കാരണം. ക്വസ്റ്റ്യനോടും നന്നായി ശ്രദ്ധിക്കുക. ആദ്യത്തെ ഫിഗർ 1 നോക്കി. എയറിൽ നിന്ന് വാട്ടറിലോട്ടാണ് റേ ഓഫ് ലൈറ്റ് കടക്കുന്നത്. ഇത് ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കില്ല. എന്തുകൊണ്ടാണ്? റേ ഫോൾ ചെയ്യുന്നത്
നോർമലിയാണ്, അതായത് നേരെയാണ് വന്ന് വീഴുന്നത് ഈ റേ ഓഫ് ലൈറ്റ്. അതുകൊണ്ട് തന്നെ അതിന് ഡീവിയേഷൻ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഇവിടെ റിഫ്രാക്ഷൻ നടക്കുമോ? ഇവിടെ റിഫ്രാക്ഷൻ നടക്കില്ല, ഇവിടെ റിഫ്രാക്ഷൻ ഉണ്ടാവില്ല കേട്ടോ, ഇവിടെ റിഫ്രാക്ഷൻ ഉണ്ടാവില്ല. ഇനി ഇവിടെ നോക്കിയേ, ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലോട്ടാണ് പോകുന്നത്. ഇവിടെയും റേ ഓഫ് ലൈറ്റ് നേരെയാണ് സഞ്ചരിക്കുന്നത് അല്ലേ? ഇൻസിഡന്റ് നോർമലി അറ്റ് ദ സർഫേസ് ഓഫ് സെപ്പറേഷൻ, ചെരിവോ വളവോ ഒന്നുമില്ല. അങ്ങനെ ഇവിടെയും റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇതിൽ ഏത് ഫിഗറിലാണ് റിഫ്രാക്ഷൻ സംഭവിക്കുക? ചെരിഞ്ഞിരിക്കുന്ന റേ ഓഫ് ലൈറ്റ്, അതായത് ചെരിഞ്ഞ് വീഴുന്ന റേ ഓഫ് ലൈറ്റിൽ മാത്രമേ റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. ഈ എയറിൽ നിന്ന് വാട്ടറിലോട്ടായാലും ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലോട്ടായാലും നേരെയാണ് റേ ഓഫ് ലൈറ്റ് പോകണമെങ്കിൽ അവിടെ റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കില്ല. അപ്പം ഈ ഒരു ഫിഗറിലാണ് റിഫ്രാക്ഷൻ സംഭവിക്കുക. ഇനി അടുത്ത ചോദ്യം, ഈ ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് കടക്കുമ്പോൾ ആ റേ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പാത്ത് എന്ന് പറയുന്നത് ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ ആണോ ടുവേർഡ്സ് ദ നോർമൽ ആണോ? അപ്പോൾ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കേണ്ടത്? ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ടാണ് റേ ഓഫ് ലൈറ്റ് കടക്കുന്നത്. അപ്പോൾ ഗ്ലാസും എയറാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം ഏതാണ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഏതിനാണോ കൂടുതൽ അതാണ് ഡെൻസിറ്റി കുറവുള്ള മീഡിയം. അപ്പോൾ എയറിനാണ് ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് ഇതിനാണ്. അപ്പോൾ ഇതാണ് റയറർ മീഡിയം, അതുപോലെ ഇതാണ് ഡെൻസർ മീഡിയം. അപ്പോൾ ഡെൻസറിൽ നിന്ന് റയറിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം നോർമൽ, അതായത് നോർമലിനോട് അകന്നകന്ന് പോകാനാണ് ചാൻസ്. കണ്ട, ഇതാണ് നോർമൽ. ഈ നോർമൽ ലൈനോട് ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കാരണം ഇതാണ് റിഫ്രാക്റ്റർ റേ. ഈ റിഫ്രാക്റ്റർ റേ ഇത്ര അകന്നിട്ടാണ് ഇരിക്കുന്നത്. കണ്ട, ഇതിനോട് അടുത്ത് വരണതിന് പകരം ഇത്ര അകലത്തിലാണ് അത് കടന്നു പോകുന്നത്. ഇതാണ് നോർമൽ കേട്ടോ. ഈ ലൈനിനെ നോർമൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേ ഇങ്ങനെ പോകുന്നതിന് പകരം ഈ നോർമലിനോട് എത്രയും അകന്നാണ് കടന്നു പോകുന്നത്. അതാണ് ഡെൻസറിൽ നിന്ന് റയറിലോട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ. ഇതിൽ ഈ ഒരു ഫിഗർ നോക്കി, രണ്ട് മീഡിയം ഇവിടെ തന്നിട്ടുണ്ട്, വാട്ടറും ഗ്ലാസും. ഇതിലത്തെ ഈ റേ ഓഫ് ലൈറ്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലോട്ട് അല്ലേ? ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലോട്ടാണ് ഈ റേ ഓഫ് ലൈറ്റ് കടന്നു പോകുന്നത്. ഇനി ഇതിൽ ഏതാണ് ഡെൻസർ? ഇനി ക്വസ്റ്റ്യൻ തരാണ്, ഈ റിഫ്രാക്റ്റർ റേ എന്ന് പറഞ്ഞത് നോർമലിനോട് അകന്നിരിക്കോ അടുത്തിരിക്കോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് റയറർ ഏതാണ് ഡെൻസർ മീഡിയം എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഗ്ലാസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ വാട്ടറിന്റെ 2.25. അപ്പോൾ ഇതിനാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ. അപ്പോൾ ഇവിടെ ആയിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയം, അതായത് റയറർ മീഡിയം എന്ന് പറയുന്നത് ഇതായിരിക്കും, ഡെൻസർ മീഡിയം എന്ന് പറയുന്നത് ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ ഡെൻസറിൽ നിന്ന് റയറിലോട്ട് പോകുമ്പോൾ എന്താ ചെയ്യുക? ഈ റേ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞത് ഡീവിയേറ്റ്സ്. നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? ഡെൻസറിൽ നിന്ന് റയറിലോട്ട് പോകുമ്പോൾ ഡീവിയേറ്റ്സ് എവേ ഫ്രം നോർമലിൽ നിന്ന് അകന്നകന്ന് പോവും. അതെന്തെങ്കിലും കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക. ഡെൻസറിൽ നിന്ന് റയറിലോട്ടാണ് പോകുന്നതെങ്കിൽ ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. ഇതാണ് നോർമൽ എങ്കിൽ ഇതിനോട് ഏറ്റവും അകന്നാണ് ആ റിഫ്രാക്റ്റർ റേ കടന്നു പോവുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ 4 പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ, ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റർ റേ and the normal at the point of incidence will be on the same plane. ഈ ഇൻസിഡന്റ് റേ ആയിക്കോട്ടെ, റിഫ്രാക്റ്റർ റേ ആയിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, സെയിം പ്ലെയിനിലായിരിക്കും ലൈ ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ലൈ ഓൺ ദ ഡിഫറെൻറ്റ് പ്ലെയിൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദീസ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ലൈ ഓൺ ദ ഡിഫറെൻറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. ഇവ മൂന്നും ലൈ ഓൺ ദ സെയിം പ്ലെയിനിലായിരിക്കും. അതേപോലെ തന്നെ അടുത്ത് നോക്കി, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എൻ ഒപ്റ്റിക്കലി റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. ഒരു ലൈറ്റ് റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലൂടെ കടക്കുമ്പോൾ ഇറ്റ് ഡീവിയേറ്റ് ടുവേർഡ്സ് ദ നോർമൽ. പഠിച്ചിരിക്കണം കേട്ടോ. റയറിൽ നിന്ന് ഡെൻസറിലോട്ട് കടക്കുമ്പോൾ ആ റേ എന്ന് പറഞ്ഞത് നോർമലിനോട് ചേർന്നിരിക്കാൻ അഥവാ ടുവേർഡ്സ് ദ നോർമലിലേക്കായിരിക്കും പോകുന്നത്. അടുത്തത്, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം. ഡെൻസറിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ടാണ് കടക്കുന്നതെങ്കിൽ ആ റിഫ്രാക്റ്റർ റേ എന്ന് പറഞ്ഞത് നോർമലിനോട് അകന്നു പോകാനാണ് ശ്രമിക്കുക. അടുത്തത്, എ റേ ഇൻസിഡന്റ് നോർമലി അറ്റ് ദ സർഫേസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയം ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റേ എന്താ പറയുക,
സർഫേസ് ഓഫ് സെപ്പറേഷന് നോർമലായിട്ടാണ് വന്ന് വീഴുന്നെങ്കിൽ, അതായത് ചെരിഞ്ഞല്ല നോർമലായിട്ടാണ് വന്ന് വീഴുന്നെങ്കിൽ അവിടെ റിഫ്രാക്ഷൻ നടക്കില്ല. ഈ ഒരു പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ.